ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഷംസീറ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഞാൻ വീണ്ടും ജിമ്മിന് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 8-9 മാസത്തിന് ശേഷമാണ് വീണ്ടും ജിമ്മിന് പോകുന്നത്. ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിറു ഉള്ളതുകൊണ്ട് കാലത്ത് തന്നെ സൈക്ലിങ് അല്ലെങ്കിൽ ജോഗിങ് ഒക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഷിറു തിരിച്ചു പോയതിന് ശേഷം എന്ന് വെച്ചാൽ എൻ്റെ നടത്തത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. കാരണം എന്ന് വെച്ചാൽ കാലത്തുള്ള നടത്തം എങ്ങനെയും ശരിയാവുന്നില്ല. ഒറ്റക്കാവുമ്പോൾ എന്തായാലും ബോറടിക്കും. 1-2 സ്ഥലം പോകുമ്പോൾ മടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ട, ഏതായാലും ജിമ്മിന് തന്നെ ജോയിൻ ചെയ്യാമെന്ന്. അപ്പം ജിമ്മിന് ജോയിൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പർച്ചേസ് എന്ന് പറയുമ്പോൾ എൻ്റെ പർച്ചേസ് കല്യാണത്തിന് വേണ്ടിയുള്ളതെല്ലാം തീർത്തിട്ടാണ് ഷിറു പോയത്. പക്ഷേ മാച്ചുവിൻ്റെ കുറേ പർച്ചേസ് ഉണ്ട്, ഒന്നും അവൻ്റെത് എടുത്തില്ല. അപ്പോൾ അതൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഫുള്ളായിട്ടൊന്നും ഞാൻ ഇന്ന് എടുക്കൂല, 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ്. ഇതാണ്ട ഡോമിനർ ഇവിടെ പൊതച്ചു മൂടി കിടക്കാണ്. പാവന് ഇതിങ്ങനെ എത്ര കാലം കിടക്കേണ്ടി വരുമെന്ന് അറിയില്ല. ഏതായാലും ഞാൻ കുറച്ചൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ഓടിച്ച് കളിക്കുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫുള്ളായിട്ട് കാലെത്തുന്നില്ല. അതുകൊണ്ടുള്ള ഒരു പ്രശ്നം കൊണ്ട് പുറത്തെടുക്കാൻ കഴിയുമെന്നറിയില്ല. ഞാൻ എന്തായാലും ഒന്ന് ശ്രമിച്ച് നോക്കാം. ഒരുപാട് ആഗ്രഹിച്ചിട്ട് വാങ്ങിയ വണ്ടിയാണ് ഷിറു ഡോമിനർ. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. കൂടുതൽ യാത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ വെക്കേഷൻ വന്നത്. പക്ഷേ ഒന്നും നടക്കാതെ തിരിച്ചു പോയി. കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം. ഏറ്റവും കൂടുതൽ ഷിറുവിനെ മിസ് ചെയ്യുന്നത് ഈ റൈഡിങ് തന്നെയാണ്. എനിക്കിപ്പോൾ അവഞ്ചർ എടുത്ത് പുറത്തൊക്കെ പോകുമ്പോൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ കൂടുതൽ ദൂരമൊന്നും പോകാൻ കഴിയില്ലല്ലോ എന്നുള്ള ഒരു വല്ലാത്തൊരു മിസ്സിങ് ഉണ്ട്. കൂടുതൽ ഡയലോഗ് ഇളക്കുന്നില്ല, നമുക്ക് പോവാം. ക്യാപിറ്റൽ മാളിലെ പാർക്കിംഗ് എത്തിയിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും മാച്ച് നല്ലൊരു അടിപൊളി പരിപാടി ഒപ്പിച്ചതാ. മാച്ചിൻ്റെ ഹെൽമെറ്റ് അറിയാതെ കയ്യിൽ നിന്ന് വീണോ കേട്ടോ. വീണപ്പോൾ ഇതിൻ്റെ ക്ലിപ്പൊക്കെ പൊട്ടിത്തെറിച്ച്. എനിക്കിപ്പോൾ ഇതൊന്നും ചെയ്യാനും കയ്യിൽ ഇതൊക്കെ പൊട്ടിയിട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ വേസ്റ്റ്, ഇവിടെ കളയാൻ പറ്റില്ല, ഇവിടെ വെക്കട്ടെ. അപ്പോൾ അന്നേ മാച്ച് പറഞ്ഞിട്ടുണ്ട് എൻ്റെത് മാത്രം ഒരു ബ്ലാക്ക് അത്ര ഒരു ഭംഗിയില്ല എന്നൊക്കെ. മാച്ചിന് കുറേ നോക്കി, പക്ഷേ ആ സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് ബ്ലാക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ഒരു പുതിയ ഹെൽമെറ്റിനും കൂടിയുള്ള വകയായി. അടുത്ത പരിപാടി അതായിരിക്കും അല്ലേ മാച്ച്. ഇപ്പോൾ തൽക്കാലം വീട്ടിലെത്തുന്നവരെ ഇത് ഉപയോഗിക്കുക, പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ ഈ ഒരു വിൻഡോ മാത്രമേ പൊട്ടിയിട്ടുള്ളൂ, വൈസർ മാത്രമേ പൊട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് കുഴപ്പമില്ല, തൽക്കാലം ഒപ്പിക്കുക. പർച്ചേസെല്ലാം കഴിഞ്ഞ് ഞാൻ 2-3 ട്രാക്ക് സൂട്ടെല്ലാം വാങ്ങിച്ചു. മാച്ച് അതേപോലെ ഇവിടെ എന്തോ ഓഫറുണ്ട്. അതായത് ഞാൻ ട്രാക്ക് സൂട്ട് വാങ്ങിച്ചപ്പോൾ 10% ഓഫർ ഉണ്ടായിട്ട് മാച്ച് 2 ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും 10% കിട്ടി. ഞാൻ വേണ്ട, ഇന്നത്തെ പർച്ചേസ് ഇത്ര മതി എന്ന് പറഞ്ഞിട്ട് അവിടെ ലീവ് ചെയ്തിട്ട് വരരുത്. കാരണം വെച്ചാൽ ഇനിയോ പർച്ചേസ് ചെയ്യുമ്പോൾ വീണ്ടും 10%. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ തന്നെയാവും. മാച്ചിൻ്റെ ഒരു പരിപാടി നടക്കില്ല. മാച്ചു ഷൂ വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഷൂ വാങ്ങിക്കാൻ വന്ന കഥ ഇവൻ തന്നെ പറഞ്ഞു തരും എന്താണെന്നുള്ളത്. ഒന്ന് പറഞ്ഞു കൊടുത്തേ. കുറേ കളക്ഷൻ ഉണ്ട്, ഒന്നും തിരിയൂല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതാ എടുക്കണ്ടേ. ഓക്കെ, ഒരുപാട് മോഡൽസ് ഉണ്ട്. അതുപോലെ തന്നെ നിനക്കിത് എവിടുന്ന ഇതിൻ്റെ അഡ്രസ്സ് കിട്ടിയ, എങ്ങനെ നീ ഇത് അറിഞ്ഞത്? അത് കണ്ണൂരിൽ ഇങ്ങനെ ഷൂസ് അടിച്ചപ്പോൾ അപ്പോൾ 2-3 ദിവസം മുമ്പ് ഗൂഗിൾ സെർച്ച് ചെയ്ത സമയത്ത് ഇവർക്ക് ഇവർ അഡ്രസ്സ് കിട്ടി. അങ്ങനെ ഇവർ രണ്ടാളും തന്നെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഓണർ. അപ്പം ഇന്ന് ഇവിടെ വന്നപ്പോൾ പേര് പറഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായത് അല്ലേ? ഇതിനു മുമ്പ് നിങ്ങൾക്ക് അറിയില്ലല്ലോ. മാസിൻ അറിയില്ല, പക്ഷേ കുറേ ചാറ്റ് ചെയ്തിട്ട് പരിചയമായി.
പിന്നെ ഷൂസ് എന്തൊക്കെയാ കുറച്ച് ഉപദ്രവിച്ചെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ ലാസ്റ്റ് വേണ്ട, ഏതായാലും നേരിട്ട് നമുക്ക് പോയിട്ട് ബാക്കി കഥയിൽ നോക്കാനൊക്കെ പറഞ്ഞ് വെച്ചതായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു, നല്ല അടിപൊളി കളക്ഷൻസാണ്. പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് പിന്നെ ഈ ഷൂവിനെ കുറിച്ച് കൂടുതൽ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ മാച്ചുവിനോട് ചോദിച്ചത്. പിന്നെ ഞാൻ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇപ്പോഴത്തെ കുട്ടികൾ ആ ഒരു ട്രെൻഡ് അത് ഇവനെ പറയാൻ പറ്റുള്ളൂ അല്ലേ? മാച്ചു പറഞ്ഞ എന്ത് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല അല്ലേ? വന്നപ്പാട് ആ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇവൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെലക്ട് ചെയ്തത് കാണിച്ചു കൊടുത്തില്ലേ ഇവർക്ക്? പാക്ക് ചെയ്തോ? അപ്പോൾ ഇതാ ഈ ഒരു ഷൂ ആണ് ഇവൻ സെലക്ട് ചെയ്തത്. ഇത് നല്ല അടിപൊളി കളറ്. ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇവിടെ, പക്ഷെ ഇവന് ഇഷ്ടമായത് ഈ ഒരു എല്ലാ മോഡൽസും ഇഷ്ടമായത്. അപ്പൊ ഇവന് 2 എണ്ണം വേണമെന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട, ഫസ്റ്റ് ഒന്ന് വാങ്ങിക്കുക, എന്നിട്ട് നമുക്ക് വീണ്ടും വരാലോ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത മാസം തന്നെ എന്നെ പിടിച്ചുകൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ സമയം 6 മണി കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷെ നോക്കിയാൽ ഫുള്ളായിട്ട് ഇരുട് വരക്കാൻ തുടങ്ങി. വണ്ടികളിൽ ലൈറ്റ് ഇട്ട് പോകാൻ തുടങ്ങി. പെട്ടെന്ന് ഇപ്പൊ ഇരുടാവുന്നുണ്ടല്ലോ. 6:10 ആയിട്ടേ ഉള്ളൂ. ആകാശം നോക്കിയാ മാച്ചു. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ അപ്പോൾ ഇന്നലത്തെ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ ജിമ്മിന് കാലത്ത് പോകുമ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചിട്ട് അവിടെ വെച്ചതായിരുന്നു. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഷിറു ഉള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ കാലത്ത് 6 മണി 6:30 ആ ഒരു സമയം നമ്മൾ പോകാറ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഷിറു പോയതിന് ശേഷം ഞാൻ വിചാരിച്ചു ഏതായാലും പുതുതായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ടൈം ഒന്ന് ചേഞ്ച് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. കാരണം കാലത്തുള്ള പിന്നെ 6 മണിക്ക് 6:30 പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡെയിലി റൊട്ടീൻ ഒന്നും നടക്കില്ല. നമ്മളെ വെള്ളം തന്നെ അങ്ങനെ ഒരു പരിപാടി നടക്കില്ല, എല്ലാം ലേറ്റായി പോകും. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു 9-9:30 ആ ഒരു ടൈം എടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാ പണികളൊക്കെ അവിടെ ഒരു സൈഡ് ആക്കിയതിന് ശേഷം പിന്നെ ഇതിന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, സന്തോഷമല്ല, സമാധാനത്തിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഭയങ്കര തിടുക്കായിരിക്കും. അവിടെ എത്തി പിന്നെ വിചാരിക്കും ഓ വെള്ളം നനക്കണ്ട, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഓടിച്ചാടി ഇങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ ഇനി നമുക്ക് ജിമ്മിലേക്ക് പോകാം. പഴയങ്ങാടിയിലേക്ക് നമുക്ക് 2 വഴി വരാം. ഒന്നെങ്കിൽ മാട്ടൂരേക്കും പോകാം, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ എറണാകുളം റോഡ് വഴി അങ്ങനെ ചെറുകുന്ന് അങ്ങനെ പോകാം. പക്ഷേ ഇപ്പം നമുക്ക് ഏറ്റവും എളുപ്പം എനിക്ക് തോന്നുന്നത് 2 സെയിം കിലോമീറ്റേഴ്സ് തന്നെയാണ്. പക്ഷേ പിന്നെ എനിക്കൊരു എളുപ്പം തോന്നൽ ഇതുപോലെ മാട്ടൂരേക്കൂടി പോകാൻ വേണ്ടിയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റോഡാണ്, പിന്നെ കുറച്ച് തിരക്ക് കുറവാണ്. അപ്പുറത്തെ റോഡിലെല്ലാം ആകുമ്പോൾ കുറച്ചും കൂടി തിരക്ക് കൂടും. നല്ല പുഴൻ്റെ സൈഡിലൂടെയുള്ള റോഡാണിത്. കണ്ട തോണിയൊക്കെ ഇവിടെ ഇവരെന്താ ഇത് കക്ക വരുന്നുണ്ട്. നമ്മളിവിടെ ഇളമ്പക്കാന്ന് പറയും. ഇവിടെ കയറി വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച ഉണ്ട്. നല്ല അടിപൊളി കിടുക്കാച്ച സ്ഥലമാണ്. നമ്മളെ പിന്നെ ട്രെഡ്മില്ലും പിന്നെ എലിപ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പിന്നെ സീനറി കണ്ടുകൊണ്ട് ചെയ്യാനുള്ള രീതിയിലാണ്. അടിപൊളി, ഒന്നും പറയാനുള്ള കിട്ടില്ല. വർക്കൗട്ടെല്ലാം കഴിഞ്ഞതാ ക്ഷീണിച്ച് പണ്ടാരടങ്ങിയിട്ട് ഇനിയിപ്പോൾ പോയി ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം കുളിച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആവും. അപ്പം ഇത്രയ്ക്കാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതി. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ വീഡിയോ കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.